നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീട് വൃത്തിയാക്കാത്തതിനും ഭർത്താവിനെ കുത്തി പരിക്കേൽപ്പിച്ച് ഭാര്യയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യക്കാരിയാണ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കാരിയായ അധ്യാപിക ചന്ദ്രപ്രഭ സിംഗ് ആണ് നോർത്ത് കരോലിനയിൽ അറസ്റ്റിലായിരിക്കുന്നത്. 44-കാരിയാണ് ഈ കൊടും ക്രൂരത സ്വന്തം ഭർത്താവിനോട് ചെയ്തത്. ഭർത്താവ് അരവിന്ദ് സിംഗ് ചികിത്സയിലാണ്. നിലവിൽ ഇവരുടെ കുത്തേറ്റ് വീട് വൃത്തിയാക്കാത്തതിനാണ് ഭാര്യ തന്നെ കുത്തിയതെന്ന് അരവിന്ദ് പോലീസിന് മൊഴി നൽകി. പക്ഷേ തർക്കത്തിനിടെ കത്തിയുമായി തിരിഞ്ഞപ്പോൾ അബദ്ധത്തിൽ ഭർത്താവിന്റെ ശരീരത്തിൽ കൊണ്ടു എന്നാണ് ഭാര്യ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. അരവിന്ദിനെ പോലീസ് എത്തിയ ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഭാര്യ തന്നെ മനഃപൂർവ്വം കഴുത്തിൽ കുത്തിയതാണ് എന്നായിരുന്നു അരവിന്ദ് പോലീസിന് മൊഴി നൽകിയത്. അറസ്റ്റിലായ ചന്ദ്രപ്രഭയ്ക്ക് മജിസ്ട്രേറ്റ് ആദ്യം ജാമ്യം നിഷേധിച്ചു, പിന്നീട് അത് അനുവദിക്കുകയും ചെയ്തു. ഭർത്താവുമായി ആശയവിനിമയം നടത്തരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചന്ദ്രയെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ക്രൂരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് ആ ഒരു കിടക്കയിൽ, അതായത് അദ്ദേഹം മുറിവേറ്റ് ചികിത്സയിലാണ്. ആ ചികിത്സയിൽ ഇരിക്കവെയാണ് തൻ്റെ ഭാര്യയ്ക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് താൻ വീട് വൃത്തിയാക്കാത്തതിന്മേലുണ്ടായ ഒരു വഴക്ക്, ആ വഴക്കിന്മേലുണ്ടായ കത്തിക്കുത്താണ് എന്നാണ് ഭർത്താവിൻ്റെ പ്രതികരണം. പക്ഷേ കത്തിയുമായി അബദ്ധത്തിൽ തിരിഞ്ഞപ്പോൾ പരിക്ക് പറ്റിയതെന്നാണ് ഭാര്യയുടെ ഒരു പ്രതികരണം. തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആർക്കാണ് തെറ്റുപറ്റിയത്, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും വീട് വൃത്തിയാക്കാത്തതിന് ഭർത്താവിനെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് ഭാര്യ. നോർത്ത് കരോലിനയിലാണ് സംഭവം ഉണ്ടായത്. ഇന്ത്യക്കാരിയാണ് ഈ ക്രൂരത ചെയ്തതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ ദിവസം ഇവിടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത അടിമാലി കൂമ്പൻ പാറയിൽ മണ്ണിടിഞ്ഞ് നാട്ടുകാരനായ ബിജു മരിച്ച സംഭവം വളരെ വേദനാജനകമായി മാറിയിരിക്കുകയാണ്. പാതയ്ക്ക് മണ്ണെടുത്തതാണ് ദുരന്തത്തിന് കാരണമെന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മണ്ണിടിയുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയതാണ്. ഭക്ഷണം കഴിക്കാനായി അയൽപക്കത്തെ ബന്ധുവീട്ടിൽ നിന്ന് ബിജുവും സന്ധ്യയും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് മണ്ണിടിഞ്ഞത്. ദേശീയപാതയിൽ അടിമാലി കുമ്പംപാറ ലക്ഷം വീട് കോളനി ഭാഗത്ത് രാത്രിയാണ് മണ്ണിടിച്ചിലുണ്ടായത്. 6 മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിജുവിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്. സന്ധ്യയെ പുറത്തെടുത്തത് 5 മണിക്കൂറിന് ശേഷമാണ്. സന്ധ്യ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. മകൻ 1 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് മരിച്ചു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്തപ്പോഴാണ് വിള്ളൽ ഉണ്ടായതെന്നാണ് ബിജുവിന്റെ ബന്ധുവും അയൽവാസിയുമായ ചിലരുടെ പ്രതികരണം. എന്തായാലും സംഭവം വളരെയധികം വേദനാജനകമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, അടിമാലി കുമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബ പശ്ചാത്തലം അതിദാരുണമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.